ഹായ് ഹലോ, ഇറ്റ്സ് മീ ഫാത്തിമ. ഞാൻ ഇൻറ്റേൺഷിപ്പിൻ്റെ വ്ളോഗൊക്കെ ഇടാമെന്ന് വിചാരിച്ചതിന് ശേഷം പിന്നെ ഫുള്ള് തിരക്കായിപ്പോയി. എക്സാമായിട്ടും വേറെ വർക്കുകളായിട്ടും പരിപാടികളായിട്ടും ജോബായിട്ടും ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായി. പിന്നെ ഞാനങ്ങനെ ആലോചിച്ചപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തിട്ട് വോയിസ് ചേഞ്ച് ചെയ്യുന്നത് കുറേ കളിയാക്കലുകൾ പേടിച്ചിട്ടാണ്. പക്ഷേ എൻ്റെ സക്സസ്സിനെതിരായിട്ടുള്ള കളിയാക്കൽ ഞാൻ എന്തിനാണ് സ്വീകരിക്കണമെന്ന് വിചാരിച്ചിട്ട് വോയിസ് ഓവറിങ്ങിലുള്ള ചേഞ്ച്, അതായത് വോയിസ് ചേഞ്ച് ഞാൻ അങ്ങോട്ട് റിമൂവ് ആക്കി. ഇന്ന് മുതൽ ഞാൻ എൻ്റെ കറക്റ്റ് വോയിസിൽ അങ്ങോട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എനിവേ, ഇതെൻ്റെ സെക്കൻഡ് ഡേ ഓഫ് ഇൻറ്റേൺഷിപ്പ് ഡേ ആണ്. ഞാൻ പതിവ് പോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സൊക്കെ കയറി നമ്മൾ ഇങ്ങനെ പോവാണ്. എനിവേ, കുറേ ക്വസ്റ്റ്യൻസ് ഇനി മൈക്രോബയോളജിനെ പറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാലേ ഞാൻ തരുള്ളൂ എന്ന്. കാരണം കമൻറ്റ് ബോക്സിൽ ആരും വരത്തില്ല. എല്ലാവരും ചാറ്റ് ബോക്സിൽ വന്നിട്ട്, അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റായിട്ടൊക്കെയാണ് എന്നോട് ചോദിക്കില്ല. എനിവേ, മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സിമ്പിളാണെന്ന് വെച്ചാൽ അത്ര ലോക്കലായിട്ടൊന്നും കാണരുത്. പഠിക്കാൻ പറ്റുന്നവർക്ക് സിമ്പിളാണ്. ആ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ, ഇന്ന് കുറച്ച് ആ സ്റ്റാർട്ടിങ്ങിലുള്ള ആ പുതിയ ആളെന്നുള്ള ഒരു പദവിയൊക്കെ മാറിയല്ലോ. അപ്പോൾ ഓൺ ടൈമിൽ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഡ്യൂട്ടിക്ക് കയറുകയാണ്. താഴെ പോയിട്ട് എന്താ പറയുക, സാമ്പിൾസ് കളക്ട് ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വീഡിയോസൊന്നും നമുക്കിതിൽ എന്താ പറയുക ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വേറൊരാൾ കണ്ട് സീനാവണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് പതുക്കെ എടുത്തിട്ടുള്ളൂ. എനിവേ, നമ്മുടെ ഇതിൽ കയറി ആദ്യം തന്നെ എനിക്ക് റെക്കോർഡ് ചെയ്താനായിരുന്നു. നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്ന സാമ്പിൾസൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക. റെക്കോർഡ് ചെയ്ത് അതിൻ്റെ സാമ്പിൾ ബുക്കിലും കാര്യങ്ങളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പേഷ്യൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയെടുക്കണം. അങ്ങനെയുള്ളതൊക്കെ എഴുതാനാണ് മെയിനായിട്ടുള്ള പണി. അപ്പോൾ ഇന്ന് കുറച്ചധികം എഴുതാനുണ്ടായിരുന്നു. കുറച്ചധികം സാമ്പിൾസ്, അതായത് ഓരോന്നിൻ്റെയും ഓരോ ബുക്കിൽ വേണം എഴുതാൻ. അതേപോലെ തന്നെ അതല്ലാതെയും തന്നെ കുറേ സാധനങ്ങൾ എഴുതാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പാട്ടിങ്ങനെ നടക്കുകയാണ്. എനിവേ, വേറെ കുറേ എന്താ പറയുക 2-3 സ്റ്റാഫുകളുണ്ട്. വോയിസ് ഓവറിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര വിക്കലും മോളലൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പണി ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് വന്ന വേറൊരു ക്വസ്റ്റ്യനാണ് എക്സാമിൽ എങ്ങനെയായിരിക്കും, കറക്റ്റ് ഇതാണോ എന്താ സംഭവം എന്നുള്ളത്. അതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. എക്സാമിന് പൊതുവേ ഞാൻ ചെയ്യുന്നത് മെയിൻലി സിലബസ് നോക്കിയിട്ടാണ് പഠിക്കുക. എനിക്ക് തന്ന PDF കാര്യങ്ങളും നോക്കിയിട്ട് ഞാൻ ഇന്നേ വരെ പഠിച്ചിട്ടില്ല. സിലബസ് നോക്കിയിട്ടാണ് പഠിക്കുക. സിലബസ് നമ്മൾ കറക്റ്റായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് നമുക്ക് പാസ്സാവാം. വലിയ മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കലില്ല. ഞാൻ എല്ലാത്തിൻ്റെയും നോക്കി പോകലാണ്. അപ്പോൾ പാസ്സാവാനുള്ള മാർക്ക് നമുക്ക് എന്തായാലും അതിൽ നിന്ന് കിട്ടും. അപ്പോൾ എക്സാമിൻ്റെ കാര്യത്തിൽ എനിക്കതാ പറയാനുള്ളത്. നിങ്ങൾ PDF ഓരോ ടോപ്പിക്കിൻ്റെയും PDF നമുക്ക് തരുന്ന 4-5 PDFകൾ ഉണ്ടാവും. ആ 4-5 PDF നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ചിലപ്പോൾ വെറും 2 മാർക്കിനും 3 മാർക്കിനും ആയിരിക്കും. അപ്പോൾ അത്രയും ടൈം നമ്മളത് പോവുകയാണ്. അപ്പോൾ എല്ലാത്തിൽ നിന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്കിൻ്റെയും അറ്റൻഡ് ചെയ്യാം, 6 മാർക്കിൻ്റെയും അറ്റൻഡ് ചെയ്യാം, 10 മാർക്കിൻ്റെയും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ സിലബസ് നോക്കിയിട്ട് പഠിക്കൽ. നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ പഠിക്കാം. ഓരോരുത്തർ ഓരോ രീതിക്കായിരിക്കുമല്ലോ പഠിക്കുന്നത്. അപ്പോൾ മെയിൻലി സിലബസ്, അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നോ, മെഡിക്കൽ ഫീൽഡിൽ മാത്രമാണോ പറ്റുക? അങ്ങനെയൊന്നുമില്ല. നമുക്ക് മൈക്രോബയോളജി റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് ഫീൽഡിൽ വേണമെങ്കിലും ഇൻറ്റേൺഷിപ്പിന് നിൽക്കാം കേട്ടോ. പിന്നെ കുറച്ച് അധികം എന്താ പറയുക, നമ്മൾ എഴുതിയ സാമ്പിൾസും കാര്യങ്ങളും ഞാനും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. എനിക്കൊന്ന് പഠിക്കാൻ വേണ്ടി പോലും പറഞ്ഞതാണ് കേട്ടോ. പിന്നെ കുറച്ച് റെക്കോർഡുകൾ വരയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വരച്ച് കഴിഞ്ഞ് ബാക്കി പരിപാടിയിലോട്ട് കടന്നു. അവിടെ എന്ന് വെച്ചാൽ മോർണിംഗിന് മുമ്പ് നമ്മൾ റിസൾട്ട് എൻ്റർ ചെയ്യലും, അതേപോലെ ELISA ടെസ്റ്റ്, അതേപോലെ കോവിഡ് ആൻറ്റിജൻ ടെസ്റ്റ്, അതൊക്കെയാണ് അവിടെ ആദ്യം ചെയ്യൽ. ആൻഡ് സ്ട്രീക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ചെയ്യുക. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് സ്ട്രീക്കിങ്ങും കാര്യങ്ങളൊക്കെ, നമ്മൾ സാമ്പിൾ കളക്ഷനും സ്ട്രീക്കിങ്ങൊക്കെ ചെയ്യൽ. അപ്പോൾ എന്തായാലും ആ സംഭവം നടക്കട്ടെ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ, ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. പക്ഷെ അല്ലാണ്ട് തന്നെ ഇത് കണ്ടു വന്നിട്ട് കുറേ പേരുടെ കളിയാക്കലും ആക്ഷേപിക്കലൊക്കെ നമ്മൾ കേൾക്കും.
നമ്മൾ സക്സസ് ആവാൻ ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ നെഗറ്റീവ് മാത്രം കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് നമുക്ക് എന്തായാലും വരും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ ഈ ഒരു മൈക്രോബയോളജിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടീച്ചിങ് ചെയ്യുന്നുണ്ട്, മാനേജിങ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ. അതൊക്കെ ഞാൻ ഏതൊക്കെയാണ് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓരോ സംഭവങ്ങളും ഓരോ ദിവസം ഞാൻ പറഞ്ഞുതരാം. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അതിനൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് വരുന്ന കുറേ പേരുണ്ട്. എന്തിനാപ്പോൾ അങ്ങനെ ചെയ്യണത്, ഈ അങ്ങനെ ചെയ്തു വെച്ചിട്ട് എൻ്റെ കുട്ടികൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഇങ്ങനെയും ആഗ്രഹിച്ച് നടക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ എൻ്റെ കോളേജിലായിക്കോട്ടെ എന്നോട് ചോദിക്കലുണ്ട്, വാക്കൻസി ഉണ്ടോ, ഈ എന്താ ചെയ്യണത്, ഏൺ ചെയ്യാൻ എന്താ ചെയ്യൽ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ. എന്തായാലും ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളതായിട്ടുള്ളൊരു ഫോക്കസ് വേണം. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് പഠിക്കുന്നതിന് കൂടെ തന്നെ പോക്കറ്റ് മണി ഉണ്ടാക്കണം എന്നുള്ളത്. വലിയ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ചെറുതായിട്ടെങ്കിലും ഏൺ ചെയ്യാന്നുള്ളത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മളുടെ ആഗ്രഹം നല്ല രീതിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10,000 നമുക്ക് ഓരോ മന്തും സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പല പ്രാവശ്യവും എൻ്റെ സെം ഫീസ് ഞാൻ തന്നെയാണ് അടയ്ക്കാറ്. അതിന് ശേഷം ഞാൻ പിന്നെ വാങ്ങിയാലും ഓൾക്ക് പറ്റില്ല എന്നുള്ള ടൈമിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ക്യാഷിൽ നിന്നാണ് സെം ഫീസ് അടയ്ക്കൽ. അതേപോലെ തന്നെ സെം ഫീസിൻ്റെ മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് മറ്റാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ, ഇപ്പോൾ പാരൻസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പാരൻസിൻ്റെ കയ്യിൽ നിന്നുള്ള ക്യാഷ് കൊണ്ട് തന്നെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ഏണിങ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ചില കുട്ടികൾ എന്നോട് ചോദിക്കലുണ്ട്, ഈ ബസ്സിന് പോകാനുള്ള മണിയെങ്കിലും നമുക്ക് ഉണ്ടാക്കിയാലോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി. പഠിക്കലും നടക്കും, പണിയെടുക്കലും നടക്കും. ഞാൻ ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ കുറേ അധികം സാമ്പിൾസും കാര്യങ്ങളും വീണ്ടും എഴുതാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ എൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എഴുത്ത് കുറിക്കലാണ്. എഴുതി അതിന് മാത്രമായിരുന്നു ഞാനിന്ന് അവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എഴുത്തും കുറിക്കലും കഴിഞ്ഞാൽ ഇന്ന് പിന്നെ ഉള്ളത് മീഡിയ പ്രിപ്പറേഷനാണ്. മീഡിയ പ്രിപ്പറേഷന് എനിക്കിന്ന് വലിയ ഡ്യൂട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് എനിക്കതൊക്കെ നോക്കി പഠിക്കലായിരുന്നു. അടുത്ത ദിവസം മുതൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ടായിരുന്നു ഇന്നത്തത്. അപ്പോൾ മീഡിയ പ്രിപ്പറേഷനിൽ ഞങ്ങൾക്ക് കുറച്ചധികം മീഡിയാസ് ഇന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. 2-3 പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെ എന്താ പറയുക, ബാക്കി സാമ്പിൾസിൻ്റെ ലിസ്റ്റും എത്ര എണ്ണം ചെയ്തു, എത്ര എണ്ണം കൊടുക്കാനുണ്ട്, അങ്ങനെയുള്ള ഫയൽസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. ദെൻ മീഡിയ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പൗഡേഴ്സ് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നോക്കി നിൽക്കലായിരുന്നു ഇന്നത്തെ മെയിൻ പണി. അപ്പോൾ അത് ഒക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് വേണം. ഇതൊക്കെ നമ്മൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ചെയ്യണതാണ്. ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമ്മിൽ തന്നെ ഫസ്റ്റ് ലാബിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് മീഡിയ പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ നോക്കി നിന്ന് കറക്റ്റായിട്ട് ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പോൾ ഓരോന്നും കറക്റ്റായിട്ട് കൊടുക്കുന്നതും വാല്യൂസ് തെറ്റാണ്ട് മെഷർ ചെയ്തെടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനും അതേപോലെ റെക്കോർഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഇൻറ്റേൺഷിപ്പിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും റെക്കോർഡ് വേണം. എന്തൊക്കെ കണ്ടു, എന്തൊക്കെ പഠിച്ചു, ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്തു, എല്ലാ കാര്യത്തിലും. ദെൻ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോലും തരി ഉണ്ടാകാൻ പാടില്ല. അത്ര നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആകുമ്പോൾ അവർ ആ രീതിയിൽ മിക്സ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തുള്ളി വെള്ളം ഒഴിച്ച് ഓരോ പൊടിയും എന്താ പറയുക മിക്സ് ചെയ്ത് അങ്ങനെ വേണം മിക്സ് ചെയ്യാൻ. എനിവേ ഇവിടെ അതേപോലെ വെള്ളവും മെഷർ ചെയ്തിട്ട് ആ കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ മിക്സാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഓട്ടോക്ലേവിൽ വെച്ചിട്ട് അതെന്ത് ചെയ്യും, നമ്മളതിനെ ഓക്കെ ആക്കിയെടുക്കും. എന്തിനാണ് ഓട്ടോക്ലേവിൽ വെക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോക്ലേവിൽ വെക്കുക.
അതിനുശേഷം ഉണ്ടായിരുന്നത് പിന്നെ എലൈസ ടെസ്റ്റായിരുന്നു. എലൈസ എനിക്ക് ചെയ്യാനില്ല, അവരാ ചെയ്യൽ കേട്ടോ. അപ്പോൾ എലൈസ എന്ന് വെച്ചാൽ ലെപ്റ്റോ, സ്ക്രബ്, ഡെങ്കു, ANA അങ്ങനെ പല രീതിയിലുള്ള എലൈസ ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് നോക്കി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ, അത് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഈ ചെയ്യുന്നത് ANA പ്രൊഫൈലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേറെ രസമാണ്. പക്ഷെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ANA പ്രൊഫൈലല്ല, മറ്റേതാള് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് വാഷ് ചെയ്യുക, എടുക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ എന്തായാലും ANA പ്രൊഫൈൽ ഓരോരുത്തർ അങ്ങനെ ഓരോന്ന് ചെയ്ത് ആ പണി അങ്ങനെ കഴിയും. എനിക്കതിലൊരു പങ്കുമില്ല, ഞാൻ അങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ പണി. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെൻട്രിഫ്യൂജ് ചെയ്ത് തരുന്ന സാമ്പിൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ പണികളൊക്കെ നല്ല ജാഗ്രതയായിട്ട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായിരുന്നത് ആൻറ്റിബയോട്ടിക് ഡിസ്കിനെ എടുത്തിടാനാണ്. അതായത് നമ്മളുടെ ഈ കോളനീസൊക്കെ ഫോം ചെയ്തിട്ടുള്ള സ്ട്രീക്കിംഗ് പ്ലേറ്റിൽ നിന്ന് സിംഗിളായിട്ടുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു കോളനീനെ എടുത്ത് നമ്മൾ പെപ്റ്റോൺ വാട്ടറിലോട്ടിടും. അത് പിന്നെ സ്ട്രീക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിലോട്ടാണ് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് ഡിസ്കുകൾ ഇടുക. അതായത് നിങ്ങളുടെ ബോഡിയിൽ ഏതൊക്കെ ഡിസ്കുകളാണ് നല്ലതാവുക, ഏതൊക്കെ ഡിസ്കുകളാണ് അഫക്റ്റ് ചെയ്യാതിരിക്കുക എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പെട്രി ഡിഷുകൾ ഇതെടുക്കാനുണ്ടായിരുന്നു. ഇവിടെ ഗ്ലാസ് പെട്രി ഡിഷല്ല, 1 ടൈം യൂസിനുള്ള പെട്രി ഡിഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വേറെ പുതിയതെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആൻറ്റിബയോട്ടിക് ഡിസ്ക് കൊടുത്തത് അവർ കറക്റ്റ് ഓർഡറിൽ, ഇവിടെ ഒരു ഓർഡറിലായിട്ടാണ് വെക്കുക. അപ്പോൾ ആ ഒരു ഓർഡറിൽ അവർ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ മീഡിയാസ് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള പെട്രി ഡിഷും കറക്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. കണ്ടില്ലേ? ഇനി അത് നമുക്ക് ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഫസ്റ്റ് വൺ നമുക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത് ബ്ലഡ് അഗാറാണ്. അപ്പോൾ ആ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ബ്ലഡും മീഡിയയിൽ സൊല്യൂഷനിൽ ആഡ് ചെയ്തിട്ട് ബ്ലഡ് അഗാർ മീഡിയ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊന്നും എനിക്ക് പങ്കില്ല, ഇതൊക്കെ നമ്മൾ നോക്കി കണ്ട് പഠിക്കുക ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് അഗാർ ഉണ്ടാക്കുകയാണ് ഈ സംഭവം. അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ചൂട് മാറുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്രി ഡിഷിൽ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് ഫസ്റ്റ് കുറച്ചെണ്ണം നമുക്ക് കാണിച്ചു തന്നതിന് ശേഷം ബാക്കി പിന്നെ ഞങ്ങളാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ബബിൾസ് പോകാൻ വേണ്ടിയിട്ട്, ഒഴിക്കുന്ന സമയത്ത് നിന്നുണ്ടാകുന്ന ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കും. അതിന് ശേഷം എല്ലാം എന്ത് ചെയ്യും, ഓർഡറിൽ ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് വെക്കും. നമ്മൾ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് അത് കൂളാക്കുന്നത്. ദെൻ പിന്നെ ഉള്ളത് കുറച്ച് മൈക്രോപിപ്പറ്റ് ടിപ്പുകൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, വലുതും ചെറുതുകളും. അങ്ങനെ അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ താഴെ പോയിട്ട് കൊണ്ടുപോയിക്കാണ്. അതായത് താഴെ നമ്മൾ ഓട്ടോക്ലേവ് വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് കളയുക. അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുകൾ വന്ന് ചെയ്യും. അപ്പോൾ ഓട്ടോക്ലേവിൽ വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ സംഭവങ്ങളൊക്കെ അതിലോട്ട് എടുത്ത് വെച്ചു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഓട്ടോക്ലേവ് വെക്കാനും ഓരോന്നിനൊക്കെ ഓരോ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പാലിച്ചിട്ട് വേണം നമ്മളെല്ലാം ചെയ്യാൻ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പിൾ കളക്ഷനും സ്ട്രീക്കിംഗ് ഒക്കെ വരുന്നത്. ദെൻ സ്ട്രീക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ ഓരോന്നും ലേബിൾ ചെയ്യും, അതേപോലെ തന്നെ ബ്ലഡ് സാമ്പിൾ പൊട്ടിക്കും ഒക്കെ ചെയ്യും. ഒരു പ്ലേറ്റിൽ തന്നെ നമ്മൾ മിനിമം 5-6 സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യലുണ്ട് കേട്ടോ, സ്ട്രീക്ക് ചെയ്യലുണ്ട്. അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. സ്ട്രീക്കിങ് ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ടിപ്പ് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇനോക്കുലേഷൻ ലൂപ്പ് വെച്ചിട്ടാണ് സ്ട്രീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതികളൊക്കെ ആയിരിക്കും. മെത്തേഡുകൾക്കൊന്നും മാറ്റം ഉണ്ടാവില്ല, രീതികൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ പറയുക, കറക്റ്റായിട്ട് നമ്മൾ ഓരോ സാമ്പിൾസ് എടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ അതിന് സ്ട്രീക്ക് ചെയ്ത് കഴിഞ്ഞ് കൃത്യം 4 മണി ആയി കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് ഇറങ്ങും. 4 മണിക്ക് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇനിയും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് എൻ്റെ അടുത്ത് ചാറ്റ് ബോക്സിൽ ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്ത് തരാം, അതിനുള്ള റിപ്ലൈസ് തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരേക്കും സൈനിങ് ഓഫ്, ബൈ ബൈ. ഇനി ഈ വീഡിയോസ് മാത്രമല്ല കേട്ടോ, കുറച്ച് വേറെ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ബൈ.